ഹലോ, ഞങ്ങളിന്ന് 3 ആളുണ്ട്. 3:45 3:45 ഞങ്ങളിന്ന് മൊത്തത്തിൽ 5 എല്ലാരും ഉണ്ട് ടോട്ടൽ. കുട്ടികളും മക്കളും എല്ലാരായിട്ട് ഇന്ന് ഞങ്ങക്ക് ഹോളിഡേ ആണ്. അതെ, എന്റെ കുട്ടി ഹായ് പറയും. കർക്കിടവാവിന് ലീവാണ് മൊത്തത്തില് ഓഫീസുകളൊക്കെ, പക്ഷെ ഞങ്ങൾക്ക് വർക്ക് ഉണ്ട്. അതെ, നമ്മുടെ ഫീൽഡ് അതല്ലേ. അപ്പൊ ഞങ്ങള് ചെറിയൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു, കൊളാബ് ചെയ്ത വീഡിയോ ഉണ്ടായിരുന്നു, അത് ചെയ്തു. പിന്നെ മെഴുകുംപാറ ഒരു മല മേലേക്ക് പോണ കൊറേ സീനറി ഉണ്ട് അവിടെ കാണാൻ. ഞങ്ങക്ക് അതിന് ഇതാ പോണു കണ്ണേട്ടർ. അതിന്റെ മുന്നേ നമ്മുടെ സ്ഥിരം പരിപാടി ഒന്ന് ചെയ്യണം. ചായ ഉണ്ട്. അതെ, എന്റെ കുട്ടി ഹായ് പറയുന്നുണ്ട്. ഹായ് പറഞ്ഞ സ്വത്തെ ഹായ് പറഞ്ഞല്ലോ. ക്യാമറ കണ്ടപ്പോ ഹായ് പറയും. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. വിശേഷങ്ങൾ നമ്മൾ ഇതിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ക്യാമറമാൻ സിദ്രേശ്വരന്റെ ഒപ്പം ചേച്ചിക്കൊരു കണ്ടിട്ടില്ലേ, ബാക്കിയുള്ളവരും. ഓലൊക്കെ ചായ കുടിച്ചോ? ബൂസ്റ്റിംഗും കഴിഞ്ഞിട്ടില്ല. അതെ, ഉള്ളിവട തിന്ന് കലങ്ങിയില്ല. ചമ്മന്തി ഉള്ളിവട. ഓൾക്ക് കലങ്ങിയില്ലാന്ന് പറയുന്നത്. ഗൈസേ, നിങ്ങളിതാ പോയിക്കൊണ്ടിരിക്കാണ്. കണ്ണേട്ടന് ഇപ്പൊ പിന്നെ സ്റ്റിക്ക് വായിക്കൂടി, അപ്പൊ നേരെ കണ്ണിട്ട്. അതുവരെ കണ്ണിട്ടിട്ട് ഭയങ്കര സങ്കടം. കണ്ണേട്ടനെ കാണുന്നില്ല. സത്യല്ലേ, എന്നെ കാണിക്കൂല നിങ്ങള്. ഇജ്ജ് എന്നെ മാത്രം ഫോക്കസ് ചെയ്ത. ഇപ്പൊ ഇജ്ജു ഞാൻ ഒരേ നിറായി. ഇതാണ് ആൾക്കാർ കാണേണ്ടത്, ഇതിന്റെ സത്യാവസ്ഥ. വിവാദം ഉണ്ടാവണ്ടേ എന്നിട്ട് നിങ്ങളെ കാണിച്ചാ തോന്നുന്നു. വിവാദ പരമ്പരയായി നമ്മൾ മാറരുത്. അതൊന്നും കാര്യമില്ല. അങ്ങനെ ഗൈസ്, ഞങ്ങൾ എങ്കെത്തി. മലയുടെ അവിടേക്ക് പോണം. നമുക്ക് ഞങ്ങൾ ആ മലയ്ക്ക് പോണം. ഏത് മലന്ന് ഇപ്പൊ കാണിച്ചുതരാം. മല അരുവികളെല്ലാം ഒഴുകുന്നുണ്ട്. എന്തൊക്കെ കാണാൻ കിടക്കുന്നറിയാം. ഓഫ് റോഡാട്ടോ, ഓഫ് റോഡാണ്. ഓഫ് റോഡ് പോകും. പിന്നെ ഗൈസ്, ഞങ്ങൾ മലന്റെ മുകളിലെത്തി. ഓഫ് റോഡ് ചെയ്യുന്നു. പക്ക ഓഫ് റോഡ് മാതിരി കാറ്റ്. നമ്മളവിടെ താഴത്തുനിന്നാ വരുന്നേ, ഏറ്റവും താഴെ. നമ്മളുടെ പെരേട് കാണുന്നുണ്ടോ? പോട്ടെ, വണ്ടിയിലുണ്ട് എല്ലാരും. ഞാൻ ജസ്റ്റ് കണ്ടപ്പോ നിർത്തിയതാ. ഞങ്ങളിതാ ഓഫ് റോഡ് പോണു. ഓഫ് റോഡ് റോഡ് നോക്കൂ. കാട്ടിന്റെ ഉള്ളിൽ ആന വരൂ, പുലി വരൂ, കടുവ. നോക്കടി, വെള്ളം ചാടി നോക്കടി. എവിടെ? അതാ അതിന്റെ താഴേക്ക് കുണ്ടില്ല. ഒരു കുറച്ച് ഓഫ് റോഡ് കഴിഞ്ഞാൽ പിന്നെ കോൺക്രീറ്റ് റോഡ് ഉണ്ടല്ലേ. കാട്ടിന്റെ ഉള്ളിൽ കോൺക്രീറ്റ് ചെയ്താലോ നമ്മളെ പഞ്ചായത്ത്. അപ്പൊ പോട്ടെ. ഐഡിയകൾ എപ്പോഴും നമ്മളൊരു മനുഷ്യനെ എന്തൊരു മടാളില്ലെങ്കിൽ ഐഡിയ ആണ് ഏറ്റവും മെയിൻ. മെയിൻ കാടിനുള്ളിലാണ്. ഓലോടെ ഭയങ്കര ഞങ്ങൾ കൊടും കാടാണ്. 4 ഓറം മല. ഞങ്ങള് മലന്റെ മുകളിലാണ്. എമ്മാതിരി മലന്റെ മുകളിൽ വെച്ചിട്ടാ ഞാൻ കാണിച്ചു തരാം. ഞങ്ങളിപ്പോഴും ഒരു പന്നി ഫാം നടക്കാൻ പോവുകയാണ്. പന്നിയും കോഴി എല്ലാം കൂടി ഉള്ള വലിയൊരു ഫാമാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിന്റെ ഒരു ഫാമാണ്. കാട്, ഫുള്ള് കാട്. റോഡില്ല മക്കളെ. ഞങ്ങൾ ഓഫ് റോഡാണ് പോയത്. ഞങ്ങൾക്കൊരു എൻജോയ്മെന്റ്. ഞാൻ മോനെ ആന വന്നാലോ തരും. തെളിഞ്ഞ ആകാശം. നമ്മളെ താഴെയാണ് ആകാശം. നമ്മളെ ഐഡിയ ഹൈറ്റില്ല. നോക്ക്, ഞങ്ങള് ആ മലന്റെയും അവിടെ കണ്ടൊരു മല, ആ മലന്റെ ഏറ്റവും മേലാണ് ഞങ്ങൾ. ഇവിടുത്തെ ചാടിയാൽ എന്ത് സംഭവിക്കും? ഞങ്ങളിപ്പോ ഉയർന്ന നിലയിലാണ്. ഞങ്ങള് എവിടെ എത്തിയിട്ടില്ല നിങ്ങൾ ആരും പറയരുത്. ഞങ്ങൾ ഏറ്റവും ഉയർന്ന നിലയിലപ്പം നിക്കണത്.
എല്ലാവർക്കും ഒരു പുച്ച. നിങ്ങളവിടെ കണ്ണേട്ടനോടാണ് ഇച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്. അല്ലാതെ ഞാൻ പറയണെന്താ പറയാ, നമ്മളെല്ലാരും ഇവിടെ പറഞ്ഞു നമ്മള് ഇതിപ്പോ ഇജ്ജും ഞാനും ചേച്ചി ആരും നമ്മളെ എവിടെ എത്തിയിട്ടില്ലാന്ന് നമുക്കൊരു ഉള്ളില് ചിന്ത ഉണ്ടാകുമ്പോഴുള്ളൂ നമുക്ക് വലിയോടത്ത് എത്താൻ പറ്റുക. ആ ഒരു ഉള്ളില് എനിക്ക് എപ്പോഴും ഉണ്ട്, ഞാൻ എവിടെ എത്തിയിട്ടില്ലെന്ന് പറയുമ്പോ എനിക്ക് അടുത്തത് ഇങ്ങനെ ചെയ്യാൻ തോന്നും. മറ്റേത് മതി എന്ന് പറഞ്ഞാൽ ഇവിടെ നിക്കുവേ, ഇതിവിടെ എനിക്ക് ഒന്നുമില്ല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. ആ ഏട്ടന് എവിടെ? ഏട്ടൻ പോയി. ഞങ്ങക്ക് പിന്നെ പ്ലോട്ടിന്റെ ആള് സ്കൂട്ടി, ഞമ്മക്ക് സ്കൂട്ടി ഒക്കെ എടുത്തിട്ട് പോന്നാ റിസ്ക് ആണിത് ഈ റോഡ് കൂടെ. അപ്പൊ പിന്നെ അയാളെന്നെ പോണുണ്ടോ 2 കാലും കുത്തിയിട്ട്? ഞങ്ങക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങളൊക്കെ പ്രോ ഡ്രൈവർമാര്. കുട്ടീനെയും വെച്ചിട്ട് എന്റെ കുട്ടി ഉറങ്ങ പാവം 2 സ്കൂട്ടി എടുക്കും. നിങ്ങളും മിന്നും ഒന്നുമ്മ കയറും, ഞാനും ചേച്ചി ഒന്നുമ്മ കയറും. റിസ്ക് കുട്ടിയെ റിസ്ക് ആണ് ഈ വെയിൽ. കണ്ണേട്ടനെ സ്കൂട്ടി ഓടിച്ചാൻ അറിയില്ല ഗൈസ്. സ്കൂട്ടി ഓടിക്കാൻ അറിയാത്തല്ല, വെയിലുള്ളണ്ടേ. അതെ, വെയില് കൊണ്ട ഞങ്ങൾ കരിയും. പിന്നെ പറയുന്നതാണ്. അപ്പൊ എന്താ നമ്മളിങ്ങനെ വട്ടട്ട് വെച്ചിക്കണു? അതൊന്നുമില്ല, മരത്തുമ്മേ അത് മറ്റേ കേബിൾ കെട്ടിട്ടല്ലേ. കേബിളില് ഫുള്ള് കാടാണ് ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മള് എമ്മാതിരി എക്സ്പീരിയൻസ്. ലക്ഷക്കണക്കിന് തെങ്ങുകളാണ് കാണുന്നത്. ഈ ഫോട്ടോയിൽ എങ്ങനെ കാണുന്നില്ല അറിയില്ല, എന്തോ രസല്ലേ. നമ്മൾ ഇത്രയും മേലെയാണേ. എന്താ കേരളം കേരള നാട് എന്നൊക്കെ പറയില്ലേ, അതിന്റെ മോസ്റ്റ് ഉദാഹരണമാണ് ഈ കാണുന്നത്. അവിടെ ഒരു വഴി കാണില്ലേ, നമുക്ക് എന്ത് കിട്ടിയാലും ഈ ഒരു ഫീല് വേറെ. ഈ വഴിക്കാണ് ഞമ്മക്ക് ഇനി പോണ്ടത്. ആ കാണുന്നത് ഞാൻ ഇപ്പൊ സൂം ചെയ്ത് കാണിച്ചു കൊടുത്തു. അങ്ക എത്തണം ഗൈസ്. സ്റ്റിക്ക് എടുക്കാൻ നമുക്ക് ഇവിടെ നിക്കാം. പറഞ്ഞോളൂ. പിന്നെ നമ്മളിപ്പോ ഒരു ടൂറ് പോവുകയാണെങ്കിൽ കിട്ടാത്തൊരു സംഭവം ആ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എന്തോ സെറ്റപ്പ്. നമ്മുടെ ഫീൽഡിലുള്ള ഒരു ഗുണം ഇതാട്ടോ. ഇടയ്ക്കൊക്കെ ഇതേപോലെ ലോട്ടറി ഇട്ടണ പോലെ ഓരോ കാണാത്ത ആരും എത്താത്ത അടിപൊളി സ്ഥലങ്ങള് സെറ്റാണ്. എന്താ സജിലാണ് എനിക്ക് പറയാനുള്ളത്? നല്ലത് തന്നെ പൈസ കൊടുത്ത് ഓഫ് റോഡർ ആയിട്ട് പോണ്ട. അതെ, നമ്മുടെ ഫീൽഡിൽ വരുന്ന ലോട്ടറിയാണിത്. അത് നമ്മൾ എൻജോയ് ചെയ്യണം കേട്ടോ. കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ നല്ല റിസ്ക് എടുത്തിട്ടാ പോണ്, പക്ഷെ നമ്മളതൊരു എൻജോയ്മെന്റ് ആയി എടുത്താൽ മതി. ഉറങ്ങി ഇവിടെ നിർത്താം അല്ലേ? ഓക്കെ, ഇനി നടക്കണ്ടോ? കഴിഞ്ഞില്ല. ആ ഓക്കെ ഓക്കെ. നിങ്ങള് കുട്ടീനായിട്ട് ഇവിടെ ഇരുന്നോളി, ഗ്ലാസ് കഴിക്കാം. ഞാനോ ഇജ്ജ് പോന്നോ? ഇജ്ജ് എന്തിനാ ഇരിക്കുന്നത്? കുട്ടി വൈകോളൂ. ഇവിടെ ഇരുത്താൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ നമ്മള് പോകുമ്പോ കാണുന്നത് പോവില്ല. പുല്ലുകാരനാണ്, നല്ല ലൊക്കേഷനാണ്. ഫണ്ടും വേണം. ഏത്? ആ റോഡിന്റെ തൊട്ട് താഴത്തേല് ഇനി തുറക്കാൻ അപ്പൊ ഞങ്ങള് മലയുടെ മേലെന്ന് ഇറങ്ങി മക്കളെ. അയ്യമ്മാരി. അതെ, അത് കഴിഞ്ഞിട്ട് വേറെ നടക്കാണ്ടായിരുന്നു, അത് പോയി അളന്നു. അത് കഴിഞ്ഞ് സജില കണ്ണനും കൂടി പോയിട്ട് വെള്ളാരംകുന്ന് ഒന്ന് അളക്കാണ്ടായിരുന്നു, അതും അളന്നു. ഇനി ഞങ്ങൾ തച്ചമ്പാറയിലേക്ക് അളക്കാൻ പോവാണ്. ഇന്ന് ഫുൾ അളവാ അല്ലേ സജില? അളന്ന് ഞങ്ങൾ അതിനെ തെങ്കരയെ തന്നെ കഴിഞ്ഞു. എന്താ ശ്രദ്ധിച്ചില്ലടി? എന്തായിരുന്നു അവിടെ? അവിടെ പിന്നെ കൊറേ ആണുങ്ങൾ ഇങ്ങനെ നിക്കുന്നുണ്ട്. അപ്പൊ തല്ല എത്തിട്ട് നോക്കി. അതെ അല്ലേ, ഞാൻ അറിയുന്ന ആളാണോ നോക്കിയതാണ്. ഞാൻ പെട്ടെന്ന് ചവിട്ടിയപ്പോ ഞാൻ എന്താണോ വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഞങ്ങളിപ്പോ നെല്ലിപ്പുഴ എത്തി. ഇനി ഞങ്ങൾ തച്ചമ്പാറയെ തളക്കാൻ പോവുകയാണ്. പോണേന്റെ ഇടയിൽ ഒന്ന് ഫുഡ് കഴിക്കണം എന്ന് വിചാരിക്കുന്നു. എവിടെ എത്തുമെന്ന് അറിയില്ല. എന്റെ ഇവാനു കാണിച്ച ഇവിടെ കച്ചറ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അതന്നെ, ഞങ്ങൾ കച്ചറയിലാണ് ഗൈസ്. അയ്യ അതാണ് സംഭവം. അപ്പൊ ശരി, ഓക്കെ. ഫുഡ് കഴിക്കാൻ വന്നു. കൈ കഴുകലിനെ
ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയിട്ട് പെരും മഴ പുറത്ത് എമ്മാതിരി മഴ. പത്തായത്തിലാണ് പത്തായല്ല ഓലപ്പുരം. ഓലപ്പുഴ. കണ്ണൂരിനൊരു പത്തായം ഉണ്ടാവും. അല്ല നമ്മളെപ്പോഴും അവിടെ അല്ലേ കയറല്. ഇവാനും ചേച്ചിയും വെള്ളം കുടിക്കാണ്. ഞാൻ ലെമന്റെ വെള്ളം തുള്ളി ഇങ്ങനെ കൂടി. ഞങ്ങളൊരു ഷെഡ് അടക്കാൻ വന്നേ. നമ്പറിങ്ങനെ എത്ര അപ്പൊ അളക്കട്ടെ.